ആറ്റം ആൻഡ് മോളിക്യൂൾ. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും കാട്ടുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു കാർബണെ പൊടിക്കുന്നതായി സങ്കല്പിക്കുക. അതിനെ പൊടിച്ച് ഏറ്റവും ചെറിയ പാർട്ടിക്കിളിൽ എത്തിക്കുന്നു. ഇങ്ങനെ നമ്മൾ പൊടിച്ച് കിട്ടുന്ന കാർബണിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസോടും കൂടി കിട്ടുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് കാർബണിൻ്റെ ആറ്റം എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ എലമെൻറ്റുകളും ആറ്റങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹീലിയം, നിയോൺ പോലുള്ള ഗ്യാഷ്യസ് എലമെൻറ്റുകളുടെ ആറ്റമുകൾക്ക് തനിച്ച് നിൽക്കുവാൻ സാധിക്കും. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ളവയ്ക്ക് രണ്ട് ആറ്റമുകളുടെ കോമ്പിനേഷനായിട്ട് നിൽക്കുവാനേ സാധിക്കൂ. ചിലതിൽ രണ്ടിൽ കൂടുതലുള്ള കോമ്പിനേഷനുകളും ഉള്ളവയും ഉണ്ട്. സ്വതന്ത്രമായി നിൽക്കുവാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് മോളിക്യൂൾ. എലിമെൻറ്റുകൾക്കും ഉള്ളതുപോലെ തന്നെ കോമ്പൗണ്ടുകൾക്കും മോളിക്യൂളുകൾ ഉണ്ട്. മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഹീലിയം, നിയോൺ, ആർഗൺ മുതലായ എലമെൻറ്റുകൾ പ്രകൃതിയിൽ സിംഗിൾ ആറ്റമായിട്ടാണ് കാണുന്നത്. അവയ്ക്ക് മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്നാണ് പറയുന്നത്. മോണോ മീൻസ് വൺ. അവയുടെ മോളിക്യൂളുകളെ നമുക്ക് He, Ne, Ar എന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഹൈഡ്രജൻ ഡൈആറ്റോമിക് മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ H എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ മോളിക്യൂളിനെ H2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇവ രണ്ടുമല്ലാതെ മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഉള്ള മോളിക്യൂളുകൾ. അവയെ പോളി ആറ്റോമിക് മോളിക്യൂൾ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ P4 ഫോസ്ഫറസ്, സൾഫർ S8. മോണോ ആറ്റോമിക് മോളിക്യൂളുകളിൽ അതിൻ്റെ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ കാണിക്കുന്നത് മോളിക്യൂളുകളുടെയും ആറ്റമുകളുടെയും എണ്ണമാണ്. അതുപോലെ തന്നെ പോളി ആറ്റോമിക് മോളിക്യൂളുകളിൽ സിമ്പലിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റായി എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് എത്ര ആറ്റമുകൾ ഒരു മോളിക്യൂളിൽ ഉണ്ടെന്ന് കാണിക്കുന്നതിനാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആകെയുള്ള മോളിക്യൂളിൻ്റെ എണ്ണവും കാണിക്കുന്നു.